നമ്മൾ വിചാരിച്ചത് കട്ട് ചെയ്യണം എന്നുണ്ടോ, പക്ഷെ അത് കട്ട് ചെയ്യാണ്ട് അത് സ്ക്രൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എല്ലാ വിധത്തിലുള്ള റിപ്പയറിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഈ കാണുന്ന മാക്ഡൊണാൾഡ്സിലെ ഓർഡർ അല്ല പിക്ക് ചെയ്യാൻ നിൽക്കണല്ല, ഇതെങ്ങനെയാ ജിയോ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഡ്രൈവ് ത്രൂ. ഓക്കെ, നമുക്ക് ഈ ബുക്കുകളൊക്കെ എടുക്കാം കേട്ടോ. ഒന്ന് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഗ്രോ ട്രാവൽ. ഞങ്ങളെ കുറെ നാളായിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല, അതിനുള്ള സമയം കിട്ടണല്ല അല്ലേ. ഞങ്ങളിടത്തും പോകാറൊന്നുമില്ല അങ്ങനെ. വളരെ ബിസിയായി ജോലിയുടെ ഇതും കാരണമൊക്കെ ആയതുകൊണ്ട് അല്ലാത്ത സമയങ്ങളിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ജിയോന്റെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കാണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ വണ്ടി ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ തന്നെ പോണേ, കെൽസ്റ്റണിലാണ്. അതിന്റെ പേരെന്തായിരുന്നു? കെൽസ്റ്റൺ ഓട്ടോ കെൽസ്റ്റൺ ഓട്ടോ വർക്ക്സ് ആണെന്നുണ്ടല്ലോ അവിടെ. കെൽസ്റ്റൺ ഓട്ടോ റിപ്പയർസ്. അപ്പോൾ അവർ വലിയ റീസണബിൾ കോസ്റ്റ് ആട്ടോ. അപ്പോൾ എനിക്ക് ചെയ്തു തന്നെ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ബസ് ഹായ് പറഞ്ഞ്. ബസ്സുണ്ട് എൻ്റെ കൂടെ. പിന്നെ എനിക്ക് ലൈബ്രറിയിൽ കുറച്ച് ബുക്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ ലൈബ്രറിയിൽ ബുക്സ് കൊടുക്കുന്ന രീതിയൊക്കെ വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കട്ടെ കേട്ടോ. പറ്റുമെന്ന് അറിയില്ല അല്ലേ. അവിടെ അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാനുള്ള ഇതൊന്നുമില്ല, പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. റോഡിന്റെ പ്രത്യേകതയാണ്. ഇവിടെ കോൺസ് കഴിഞ്ഞോണ്ട് ഞങ്ങൾ പറഞ്ഞാണ്, പക്ഷെ ഇവിടുത്തെ വർക്ക് ഇതിലായിട്ട് തീരാനുള്ള, പക്ഷെ ഭയങ്കര സ്ലോ ആണല്ലേ. ഇവിടുത്തെ വർക്ക് ഭയങ്കര സ്ലോ. ഇപ്പൊ ഒരു മൂന്ന് മാസത്തിൽ കൂടുതലായില്ലേ, 4 മാസം പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ടാറിംഗ് ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോ അവധിയാണ്, അതുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ കുറെ ആൾക്കാർ, കൺസ്ട്രക്ഷൻ്റെ തന്നെ ആൾക്കാർ ഈ റോഡിന് മറ്റേ ക്രോസ് ചെയ്യാനൊക്കെ, കുട്ടികൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് അല്ലെ വോളണ്ടിയേഴ്സിനെ പ്രത്യേകം നിർത്തിക്കാണ്. അതെങ്ങാണ്ട് പെർ അവരെങ്ങാണ്ട് 30ക്ക് മുകളിലുണ്ടെന്ന് കേട്ടോ. അങ്ങനെ കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ ആളുണ്ടാവും. എന്തെങ്കിലും കുട്ടികൾ ക്രോസ് ചെയ്യണമെങ്കിലോ ആൾക്കാർ ക്രോസ് ചെയ്യണമെങ്കിലോ അവര് കറക്റ്റ് ആയിട്ട് അതിന് വാഹനം തടഞ്ഞിട്ട് അവരെ കടത്തിയിട്ടാണ് പിന്നെ വാഹനം കടത്തുള്ളൂ. പിന്നെ ഇവിടത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് ലിമിറ്റ് ഏകദേശം ഒരു 50 ആണ്. പിന്നെ ഇങ്ങനെ വർക്ക് എടുക്കണോടത്ത് 30 ആണ്. ആ 30-ലെ പോകാമുള്ളൂ. അങ്ങനെയാണ്. എന്താണ്? ഓക്കെ. പുള്ളി സ്കൂളിൽ പോണത് ഈ വഴിക്കാണ്, അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത് ഞാൻ സ്കൂളിൽ പോണതാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ പോയിന്റ് ഷെവലിയാർ ഞങ്ങൾ താമസിക്കേണ്ട അടുത്തുള്ള ഒരു ജംഗ്ഷൻ ആണോ ഇത്. ശരിക്കും പറഞ്ഞാൽ പോയിന്റ് ഷെവലിയാർ എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ്. ഓക്ലാൻഡിന്റെ ഉള്ളിലുള്ള ഒരു സിറ്റി പെട്ടതാണ് പോയിന്റ് ഷെവലിയാർ. പക്ഷെ സിറ്റി എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ചെറിയ ജംഗ്ഷനില്ലേ, അതാണ് ആ ഒരു ഇതുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ അങ്ങനെയൊന്നും ഇല്ല, ചെറിയൊരു ഷോപ്പിംഗ് സെന്ററും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം KFC അല്ലെ, മാക്ഡൊണാൾഡ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ സിറ്റിയിലും ഉണ്ട്. ചെറിയ ചെറിയ ടൗണുകളിലും മാക്ഡൊണാൾഡ്സ്. പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകത സുഷിയുടെ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും സുഷി കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഞങ്ങള് പോകുന്നത് ശരിക്കും പറഞ്ഞ നോർത്ത് റോഡ് ലിൻമാളൊക്കെ ഉണ്ട്. ലിൻമാളിന്റെ ഒക്കെ ആ വഴിക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ വേറൊരു ഹൈവേ ഓണുണ്ടോ, ഇപ്പൊ ഒരു ഹൈവേ പോകുന്നുണ്ട്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലേക്കൊക്കെ പോകുന്ന ഹൈവേ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അവൻഡേലും ലിൻമാളും അല്ലെ അടുത്താണ്. പതിക്കെ സിഗ്നല് കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നവരാട്ടോ എല്ലാവരും ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന കാഴ്ചകൾ മുഴുവൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, അത് പറയാട്ടോ നമ്മൾ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നൊരു പ്രതീക്ഷ ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ ഭയങ്കര റിസഷൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുകയാണെന്ന്, ഇതൊരു നെഗറ്റീവായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇവിടെ വരുന്നവർക്ക് വരാം അല്ലെ, അതൊരു വിഷയമല്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ജോലിക്ക് സാധാരണ നോർമൽ ജോലി കിട്ടാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് വരുമ്പോ, പിന്നെ പഠിക്കാൻ വരുന്ന കുട്ടികള് ഫാമിലിനെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അവിടെ ജോലി ഉണ്ടെങ്കിൽ, നാട്ടിൽ ജോലി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കളഞ്ഞിട്ട് വരരുത്, ഒരു പ്ലാനിങ്ങോടുകൂടി വരണം. അല്ലാതെ ഇങ്ങോട്ട് കയറി വരരുത്. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട്
ഒരുപാട് പെടും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ഇത് ചെയ്യുന്നുണ്ട്. വീക്കിലി റെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി നോർമൽ ഈ ഇപ്പൊ ഇവിടെയൊക്കെ ജോലി മിക്കവർക്കും കിട്ടുന്ന ഷോപ്പുകളിലും ഇവിടെയൊക്കെയാണ് അത്യാവശ്യം ജോലി കിട്ടുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു 30 ഒക്കെ കിട്ടുന്നതാണ്. 30 കിട്ടില്ല. ഇവിടെ 23 ആണ്, 23.14 അങ്ങനെ കണ്ടൊരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ടാക്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു $18 അടുത്തൊക്കെയുള്ളൂ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കി വരിക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 500 600 അങ്ങനത്തെ അല്ല, ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ 600 ഒറ്റ വീടൊക്കെ എടുക്കണമെന്ന് കഴിഞ്ഞാൽ 600 മുകളിലേക്കാണ്. അപ്പോൾ അതുപോലെ ഒറ്റ വീട് എടുക്കാനും പെട്ടെന്ന് പറ്റൂല കേട്ടോ ഇവിടെ. അങ്ങനെ ഒരു വിഷയമുണ്ട് നമുക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാലറി സ്ലിപ്പ് കാണിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ നാൾ കൊണ്ടാണ് ഒരു വീട് ചിലപ്പോൾ കിട്ടുന്നത് നമുക്ക്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും ഓണേഴ്സ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഏജൻസിക്ക് കൊടുത്തേക്കാണ് അവർ. ആ ഏജൻസി ഒരു ഇന്ന ഡേറ്റിൽ അല്ലെ വിസിറ്റ് വെച്ചേക്കാണ്. കുറെ പേര് വന്ന് കാണാണ്. ആ ടൈമിൽ നമുക്ക് വീട് കാണാം, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ പറയാം. പക്ഷെ അതിൽ ചിലപ്പോൾ അവര് കൂടുതൽ പ്രിഫർ ചെയ്യണ വൈറ്റ്സിനായിരിക്കും. ഭയങ്കര ഫിൽറ്ററിംഗ് ആണ്, അതാണ് വിഷയം. അപ്പൊ അതൊക്കെ കരുതിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ. ജോലി ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ ഐ ടിയിലൊക്കെ ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ലിങ്ക്ഡിൻ തന്നെ ഒരുപാട് പേരെ കണക്ട് ചെയ്തിട്ട് സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് ഇപ്പം നിലവിലുള്ള ആൾക്കാരുടെ വരെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് 2-3 പേരോട് സംസാരിച്ചായിരുന്നു, ഞാൻ അവരുടെ ജോലി പോയിരിക്കുന്നു. പിന്നെ ഞാൻ UX ഡിസൈനറാണ്. പക്ഷെ എൻ്റെ ഇതിലുള്ള ഒരു പയ്യനുണ്ട്, അവൻ വന്നിട്ട് ഇപ്പം അവര് ശരിക്കും പറഞ്ഞ റെസിഡൻസി ആയി, എന്നിട്ട് പോലും കിട്ടിയിട്ടില്ല. എന്നിട്ടില്ല അവർ പ്രിഫർ ചെയ്യുന്നതും റെസിഡൻസിക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ PR. അതെന്തെങ്കിലും ഇല്ലാണ്ട് പെട്ടെന്ന് ജോലി ഇവിടെ കിട്ടില്ല. അപ്പൊ അതൊന്നും നോക്കാം. പിന്നെ ഓരോരുത്തരുടെ ലെക്കാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതേ ഇവിടുത്തെ അഡ്രസ് വെച്ചിട്ട് പിന്നെ ഇന്റർവ്യൂസ് ആണ് കൂടുതലും വരുന്നത്. അപ്പം വർക്ക് വിസ അല്ലെങ്കിൽ റെസിഡൻസി ഒക്കെ നാട്ടിൽ നിർത്തിട്ട് വരുന്നവരാണെങ്കിൽ നാട്ടിൽ തന്നെ ജോബിന് അപ്ലൈ ചെയ്യുക. പിന്നെ എനിക്ക് നേഴ്സിംഗിന്റെ ഇതിനെപ്പറ്റി ഒരുപാട് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ കേട്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ടപ്പോൾ തന്നെ അവർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി അല്ല എപ്പോഴും നേഴ്സിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പോണ വഴിയാണ് ഇത് ഏകദേശം ന്യൂലിൻ എത്താറായ ഒരു വഴിയാണ് കേട്ടോ. ഞാൻ ഡെയിലി പോകുന്ന വഴിയാണിത്. നമ്മൾ സ്ഥിരം കണ്ട് ഇപ്പൊ ഒരു പുതുമ തോന്നുന്നില്ല. അതെ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര ഒരു പുതുമയുണ്ടാവും. കാശൊക്കെ തീർന്നു കഴിയുമ്പോ പുതുമ കുറയും. നമ്മുടെ നാട്ടിലെ ക്യാഷ് എന്തോരം ഉണ്ടെങ്കിലും ഇവിടെ ഒന്നും അല്ല കേട്ടോ. നിസ്സാര ടൈം മതി അത് തീർന്നു പോകാൻ. വേറൊരു ഇൻഫർമേഷൻ കൂടി ഉണ്ട്, ഇപ്പം വിസയുടെ ഫീസ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഒരു വിസയുടെ അപ്ഡേറ്റ്സ് കിട്ടിയായിരുന്നു. അത് ഇപ്പൊ വിസയുടെ അപ്ഡേറ്റ്സ് കിട്ടിയ ഒരു ലിസ്റ്റ് കിട്ടിയായിരുന്നു. ഇന്ന് ഒരു വാട്സപ്പിൽ കണ്ടായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടു. അപ്പൊ അത് കറക്റ്റ് ആണോന്ന് അറിയില്ല, എന്നാലും അത് ഇവിടെ ഉള്ളവരാണ് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ അത് കണ്ടത് ഞങ്ങള് 1700 പോസ്റ്റ് സ്റ്റഡി വിസ. അതായത് നോക്കി പഠിച്ചോട്ടോ. പോസ്റ്റ് സ്റ്റഡി വിസ. പിന്നെ റെസിഡൻസിക്ക് കൂടിയിട്ടുണ്ട്. PR-ന് കൂടിയിട്ടുണ്ട്. പിന്നെ PR-ന് കൂടിയിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ട്. എന്നാ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാർട്ട്ണർ വിസയ്ക്ക് അതും 1300 എങ്ങാണ്ടാ തോന്നുന്നു അത് അയക്കണേ. നേരത്തെ കണ്ട 800 എങ്ങാണ്ടാ. അപ്പൊ എല്ലാത്തിനും സ്റ്റുഡന്റ് വിസ എല്ലാത്തിനും കൂടിയേക്കാണ്. ഇത് അവരുടെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നതാണെന്ന് എനിക്ക് 1000 എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ 50,000 രൂപ വെച്ചാണ് നമുക്ക് കൂടുതൽ. അതാണ് 50,000 രൂപയാണ് കൂടുന്നത്. അപ്പൊ അതൊക്കെ കരുതണം കേട്ടോ നിങ്ങള്. ആര് വരികയാണെങ്കിൽ നമ്മൾ കയറി വരണില്ല, ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഇവിടെ എത്തിയത് കൊണ്ട് നമ്മൾ പാസ് ചെയ്യാം കേട്ടോ. ഇത് ഈ കാണുന്ന മാക്ഡൊണാൾഡ്സിലെ ഓർഡർ അല്ല പിക്ക് ചെയ്യാന്നൊക്കെയല്ല, ഇതെങ്ങനെയാ ജിയോ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഡ്രൈവ് ത്രൂ നമുക്ക് ഇവിടുന്ന് ഓർഡർ കൊടുക്കാം. ഓർഡർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കിനും നെക്സ്റ്റ് സ്റ്റെപ്പില് നമുക്ക് ഓർഡർ പ്ലേസ് ആവും. അത് KFC ഉണ്ടല്ലേ? KFC എല്ലാം ഉണ്ട് ഇവിടെ. 3 സ്റ്റെപ്പായിട്ട് ആദ്യമേ നമ്മൾ ഓർഡർ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേ ചെയ്യണം. അത് കഴിഞ്ഞ് ഓർഡർ പ്ലേസ് ആവും. ഓക്കെ. നമ്മളിപ്പോ അതെ കെൽസ്റ്റൺ നമ്മുടെ ഇവിടെ ഒരു വൂൾവർത്ത് ഉണ്ട് കേട്ടോ. വൂൾവർത്തിന്റെ തൊട്ടുപുറയായിട്ടാണ് ഈ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിയുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മതി. അല്ല ഈ റൈറ്റ് അല്ലേ നമ്മള് തിരിയണ്ടേ? ഈ റൈറ്റിൽ നമ്മൾ തിരിഞ്ഞ കുറച്ച് എന്തെങ്കിലും ലെഫ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ ആയിട്ടാണ് വർക്ക്ഷോപ്പ് കേട്ടോ. ഒരു വലിയ റോഡാട്ടോ ശരിക്കും അല്ലേ ആ ഏരിയ. ഇവിടെ ഇല്ല അല്ല അടുത്തല്ല.
ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറിയാൽ മതി കേട്ടോ. ഫസ്റ്റ് ലെഫ്റ്റ് ആണല്ലേ? ഫസ്റ്റ് ലെഫ്റ്റ്. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ അത് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ടോ. ഓട്ടോ റിപ്പയേഴ്സ് അല്ലേ? ഓട്ടോ റിപ്പയേഴ്സ് എന്നാണ് കേട്ടോ. കെൽസ്റ്റൺ ഓട്ടോ റിപ്പയേഴ്സ്. ഓക്കെ, ഇതാണ് കേട്ടോ കട. ഇതാണ് വർക്ക്ഷോപ്പ്, സോറി കടയല്ല വർക്ക്ഷോപ്പ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ. അതിൻ്റെ ഉള്ളിലൊരു വണ്ടി ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ട് കയറ്റി കേട്ടോ. ഇപ്പോൾ ഇതാണ് കേട്ടോ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാണിക്കാം. അത് എല്ലാ വിധത്തിലുള്ള റിപ്പയറിങ് ഉണ്ട് കേട്ടോ ഇവിടെ. സോറി, ഓക്കെ ഷുവർ. നമ്മൾ വന്നപ്പോഴേ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റി ഷൂസ് ധരിക്കാണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പാടില്ല കേട്ടോ. ഇവിടെ ഒരു യെല്ലോ ലൈൻ കൊടുത്താണോ? അത് ആദ്യമായിട്ടോ ഞാൻ അറിയുന്നത് അല്ലേ? അതിനെ പറ്റി അറിയായിരുന്നോ? ഇപ്പം ഞാൻ ചെരുപ്പ് ഇട്ടിരിക്കുന്നത് നോ അഡ്മിഷൻ എന്ന് വെച്ചേക്കാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിവിടെ നിൽക്കണം. ജിയോ ഷൂ ഇട്ടിരുന്നത് കൊണ്ട് അങ്ങോട്ട് കടന്നു പോകാം. അപ്പോൾ വണ്ടി ഇത് കയറ്റിയിട്ടുണ്ട്. വണ്ടി ശരി ഇത് ചെൽക്കിങ് ഒന്നും പൊക്കേണ്ടത്. In the motorway, that time it fell down. ഇത് പൊക്ക് ചെയ്യാണ്ടാ വണ്ടി പൊക്കണണ്ടാ വസു? How's car engine? It's perfect. Engine? ഓ, അങ്ങേറ്റത്തെ ടൈറ്റ് ചെയ്തല്ലേ? അങ്ങേറ്റത്തെ ടൈറ്റ് ചെയ്ത് വെച്ചാണല്ലേ? ഒരു ചെക്ക് ചെയ്യാൻ കേട്ടോ അത്. അപ്പോൾ അത് ശരിക്കും അത് കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ. അവിടുത്തെ പ്ലേറ്റ് അതിൽ നിന്ന് വിട്ടിരിക്കുന്നതാണ് താഴത്തെ. നമ്മളെ ഈ അടിയിലൊരു ശരിക്കും പറഞ്ഞാൽ എഞ്ചിനായിട്ട് കവർ ചെയ്തേക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് അടിയിൽ നിന്നൊരു കവറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടിരിക്കും. We'll give advertisement in your YouTube channel. Come here, come. So that all New Zealanders will come here. So it's good for you. He's a person giving useful information to us. Yeah, sure. Let me know what all services you are providing right now here. Hi, we are Kelston Auto Repairs, number 15 Cartwright Road. So we do warrant of fitness and all types of service, petrol and diesel cars. We do repair the shocks and suspension, brakes, and we do panel and paint also. Okay. We beat the price. If you get the code from other place, we will give the best discount. You are doing a WOF also here? We are doing walk, yes. Okay, so Warrant of fitness, walk, okay. and yeah. So Saturday till what time you are Saturday, available? Monday to Friday 9 to 5. Okay. And Saturday 9 to 2. ഓക്കെ. എല്ലാവർക്കും ഇവിടെ വരാം കേട്ടോ. മലയാളീസായിട്ട് കാണുന്ന എല്ലാവർക്കും വരാം. അപ്പോൾ നമ്മൾ റീസണബിൾ റേറ്റ് ആണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ വന്നതാണ് ഇവിടെ, അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഫ്രണ്ട്ലി പീപ്പിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക അല്ലേ? എപ്പോഴും ഇത് വിളിച്ചാൽ മതി അല്ലേ? അതിൻ്റെ കാർഡ് ഉണ്ടല്ലേ? കാർഡ് ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നമ്പർ ശരിക്കും ഞാൻ കൊടുത്തേക്കാൻ കേട്ടോ. അതിൽ വിളിച്ചിട്ട് വരാം. സാറ്റർഡേ മാത്രം വിളിച്ചിട്ട് വരാം കേട്ടോ. അല്ലാത്ത ടൈം പറഞ്ഞല്ലോ, ടൈം പറഞ്ഞായിരുന്നു, ആ ടൈമിൽ വന്നാൽ മതി. ഓക്കെ, താങ്ക് യു. യാ, He's a mechanic. He's a nice guy. He's repairing our car. So everybody can come here. Yes. Yeah. അതെ, അത് റിമൂവ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് സ്ക്രൂ ചെയ്യാൻ കേട്ടോ. സ്ക്രൂ ചെയ്ത് ഓക്കെ ആവും. ഇവിടെ ഫുൾ സർവീസിങ്ങിൻ്റെ ഒരു ലിസ്റ്റാണ് കൊടുത്തിരുന്നത് കേട്ടോ. ചേഞ്ചിങ്, എഞ്ചിൻ ഓയിൽ റീപ്ലേസ്, ഓയിൽ ഫിൽറ്റർ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലെന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലെല്ലാം ഈ ചെക്കപ്പ് കൂളൻ്റ് ഇതൊക്കെ ടോപ്പപ്പ് ആണ് ചെയ്യുന്നവർ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന പുതിയ ഓയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കോസ്റ്റും അതും വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി, വണ്ടി റെഡിയായി. നമ്മൾ പോകാൻ പോകണം. അപ്പോൾ ശരി ബ്രോ, താങ്ക്സ്. താങ്ക് യു, ബൈ ബൈ. ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞു. അപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. ജിയോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ
അവിടെ ആൾക്കാരൊക്കെ ഫ്രണ്ട്ലി അല്ലേ? നല്ല ഫ്രണ്ട്ലി ആണ്. കുഴപ്പമില്ലാത്ത നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നമുക്കെല്ലാം ചെയ്തു തരും. സെക്കൻഡ് ഹാൻഡ് കാർസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ഒക്കെ ചെയ്ത് പോവുക. അപ്പൊ ഏത് വണ്ടി എടുക്കുന്ന ഫസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ എവിടെ നിന്ന് മേടിച്ചിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് കൊണ്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യണം, നല്ലതാണ് കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടല്ലേ? അതെ, നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പുതിയൊരു വണ്ടിയൊക്കെ എടുക്കണേ മുമ്പേ ജസ്റ്റ് കൊണ്ടൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യിക്കാം കേട്ടോ. ഇവിടെ ഒരു $100 $120 മാത്രമേ നമുക്ക് ചെലവാകുള്ളൂ. ഒരു 10,000 ഒരു 5,000 വണ്ടിയൊക്കെ എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് പോവാം. ഇവിടെ ബൈക്കൊക്കെ നമുക്ക് വല്ലപ്പോഴും കാണാൻ പറ്റുന്ന സംഭവമാണ് അല്ലേ? വളരെ കുറച്ചുള്ളൂ കേട്ടോ ബൈക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കാർ ഓടിച്ചു പോകാൻ വലിയ വിഷയങ്ങളില്ല. പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സൈക്കിളുകാരെ കൊണ്ടൊരു ഇതുണ്ടല്ലേ, സൈക്കിൾ ഇടയ്ക്ക് വന്ന് ചാടി കിടക്കൂട്ടെ ചിലപ്പോൾ, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞങ്ങളപ്പോൾ തിരിച്ച് പോയിന്റ് ഷെവലിയർ എത്തിയപ്പോൾ ഇവിടുത്തെ ലൈബ്രറിയിൽ കയറിയിട്ട് എനിക്ക് ബുക്ക് കൊടുക്കണം. അപ്പോൾ കേശുവിന് വേണ്ടിയാണ്. കേശുവിന് കുറച്ച് ബുക്ക് എടുക്കുക. അത് അവിടെ ബുക്ക് എടുക്കുന്നത് ഒരു നല്ല ഇതാണ് കേട്ടോ, എക്സ്പീരിയൻസ് അല്ല. അപ്പം നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി എല്ലാ ബുക്കും. സ്കാൻ ചെയ്തിട്ട് അവർ നമ്മളെടുത്ത ബുക്കുകളെല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് മെയിലിലേക്ക് വരും. ഇത്ര ബുക്കുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് തിരിച്ചു കൊടുക്കുമ്പോഴും സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അവർ നോട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ അല്ലേ? അത് വേണമെങ്കിൽ റിന്യൂ ചെയ്യാം നമുക്ക്. ഇനിയിപ്പം നമ്മൾ വായിച്ച് കഴിഞ്ഞില്ലെങ്കിൽ റിന്യൂ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നാളും കൂടി കയ്യിൽ വെക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ലൈബ്രറി. ഇവിടെ കീപ്പ് ഇറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഉള്ളിൽ പിടിക്കാമോന്ന് അറിയില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഇത്രയും ബുക്സാണ് കേട്ടോ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലൊരു കാർഡ് ഉണ്ട് കേട്ടോ. അവിടെയല്ല എൻ്റെ കയ്യിലൊരു ലൈബ്രറിയുടെ കാർഡുണ്ട്. അപ്പോൾ അത് കൊടുത്തതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ പറ്റുന്നതാണല്ലോ നമ്മൾ ചോദിക്കണം അല്ലേ? ഇതാണ് ഈ കാർഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണേ. ഓക്കെ, മതി പിടിക്കണ്ട. ഹലോ, just one. Yeah, returns. Yes. Thank you. Card is here? Okay. Can I take some of the books? Yeah. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബുക്സൊക്കെ എടുത്തു കേട്ടോ. ബുക്സ് എടുത്ത് അതേ പോവാണ്. ഇപ്പോൾ എല്ലാ ബുക്സും ഒരു 6 ബുക്ക് ഞാൻ തിരിച്ചു കൊടുത്തു. വീണ്ടും ഞാൻ ഇത്രയും ബുക്സ് എടുത്തേക്കാണ്. അപ്പോൾ ഇത് നമുക്കൊരു 1 മന്ത് നമുക്ക് നമ്മുടെ കയ്യിൽ വയ്ക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ നല്ലൊരു വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ, സീ യു.